Hi students, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് depreciation and methods for charging depreciation. So, what is depreciation? Depreciation is the decrease in the value of fixed assets due to constant use, passage of time, etc. Okay. What are the causes of depreciation? The causes of depreciation are wear and tear, passage of time, expiration of time, obsolescence, exhaustion or depletion, and last one is accidents. Okay. ഇനി രണ്ട് മെത്തേഡിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. നോർമലി ഇവിടെ നമ്മൾ രണ്ട് മെത്തേഡാണ് യൂസ് ചെയ്യുന്നത്, സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് ആൻഡ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. ഓക്കെ, ഫസ്റ്റ് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ് നോക്കാം. Under this method, a fixed and equal amount or percentage is charged as depreciation every year. സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡിൽ എങ്ങനെയാണ് ചെയ്യുന്നത്? എല്ലാ വർഷവും ഒരു തുല്യ എമൗണ്ട് ആണ് ഡിപ്രീസിയേഷൻ ആയിട്ട് ചാർജ് ചെയ്യുന്നത്. ദിസ് മെത്തേഡ് ഈസ് ഓൾസോ നോൺ ആസ് സ്ട്രെയിറ്റ് ലൈൻ മെത്തേഡ്, ഫിക്സഡ് ഇൻസ്റ്റാൾമെന്റ് മെത്തേഡ് ആൻഡ് ഒറിജിനൽ കോസ്റ്റ് മെത്തേഡ്. ഓക്കെ, എല്ലാ വർഷവും തുല്യ എമൗണ്ട് ആയിരിക്കും ഡിപ്രീസിയേഷൻ ആയിട്ട് ചാർജ് ചെയ്യുന്നത്. ഇതിലെങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ ഇസ് ഈക്വൽ ടു ഒറിജിനൽ കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ ലൈഫ് ഓഫ് അസറ്റ്. Okay, suitability. This method is suitable for those assets with a small value which do not require much repairs and maintenance like furniture and patents. Straight line method suitable ആയിരിക്കുക low cost അസറ്റിന് ആയിരിക്കും. ഇനി സ്ക്രാപ്പ് വാല്യൂ, if there is a scrap value, depreciation will be calculated on original cost of the asset. എങ്ങനെയായിരിക്കും? ഒറിജിനൽ കോസ്റ്റിന്റെ മുകളിലാണ് നമ്മൾ എന്ത് കാണുന്നത്? ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, കോസ്റ്റ് മൈനസ് സ്ക്രാപ്പ് വാല്യൂ ഡിവൈഡഡ് ബൈ ലൈഫ് ഓഫ് അസറ്റ് ആണ് എമൗണ്ട് ഓഫ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഫോർമുല. ഇനി എങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചെയ്യുന്നത് എന്ന് നോക്കാം. A company purchased a machinery worth rupees 8,500 on 1st January 2022 and spent rupees 1,000 on its erection. It was estimated that the machinery will have a breakup value of rupees 1,500 at the end of its useful life, which is 4 years. Prepare machinery account and depreciation account. ഇവിടെ എന്താണ്? മെഷീന്റെ കോസ്റ്റ് തന്നിട്ടുണ്ട്, പർച്ചേസ് ചെയ്ത വാല്യൂ തന്നിട്ടുണ്ട്, സ്പെൻഡ് 1,000 ഓൺ ഇറക്ഷൻ ചാർജ് തന്നിട്ടുണ്ട്, നെക്സ്റ്റ് സ്ക്രാപ്പ് വാല്യൂ rupees 1,500 തന്നിട്ടുണ്ട്, യൂസ്ഫുൾ ലൈഫ് 4 years. ഇനി നമ്മൾ എന്താണ് ഇവിടെ മെഷീനറി അക്കൗണ്ടും ഡിപ്രീസിയേഷൻ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യണം. ഓക്കെ, അപ്പോൾ സൊല്യൂഷൻ എങ്ങനെയാണെന്ന് നോക്കാം. എല്ലാ വർഷവും എന്താണ്? ഡിപ്രീസിയേഷൻ സെയിം ആയിരിക്കും. ഡിപ്രീസിയേഷൻ എന്ത് ചെയ്യണം? മെഷീനറി അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യണം. During the first year, machinery account debited with purchase price plus erection charges. ആദ്യത്തെ വർഷം എന്ത് ചെയ്യണം? പർച്ചേസ് പ്രൈസും ഇറക്ഷൻ ചാർജ് കൂടി ഡെബിറ്റ് ചെയ്യണം മെഷീനറി അക്കൗണ്ടിൽ. ഇനി നമ്മൾ എങ്ങനെയാണ് ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്ന് നോക്കാം. ഇവിടെ കോസ്റ്റ് എന്ന് പറയുമ്പോൾ പർച്ചേസ് പ്രൈസ് പ്ലസ് ഇറക്ഷൻ ചാർജ് ആണ്. Okay, 8,500 plus 1,000 is equal to 9,500. So, depreciation is equal to 9,500 minus 1,500 divided by 4 is equal to 2,000. Okay, depreciation എല്ലാ വർഷവും എത്രയാണ് ചാർജ് ചെയ്യുന്ന ഡിപ്രീസിയേഷൻ? 2,000. ഇനി ഫസ്റ്റ് മെഷീനറി അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യാം. മെഷീനറി അക്കൗണ്ടിൽ നമ്മൾ എന്താണ് ഡെബിറ്റ് ചെയ്യുന്നത്? കോസ്റ്റ് ഓഫ് അസറ്റ് ആണ്. കോസ്റ്റ് ഓഫ് അസറ്റ്, പർച്ചേസ് ഓഫ് അസറ്റ് വരുമ്പോഴുള്ള എൻട്രി അസറ്റ് അക്കൗണ്ട് ഡെറ്റർ ടു ക്യാഷ് ഓർ ബാങ്ക്. സോ മെഷീനറി അക്കൗണ്ടിൽ ക്യാഷ് അക്കൗണ്ട് 8,500 and erection charge
1000. ഓക്കെ, ഇനി ഡിസംബർ 31 ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ടുണ്ട്, 2000. 2000 ബാലൻസ് ചെയ്യുമ്പോൾ 9000, ഇവിടെ ടോട്ടൽ ചെയ്യുമ്പോൾ 9500 കിട്ടുന്നു. 9500 മൈനസ് 2000, 7500. ബാലൻസ് ക്യാരി ഡൗൺ 7500. നെക്സ്റ്റ് ഇയർ 2023 ജനുവരി 1 7500 നമ്മൾ ബ്രോഡ് ഡൗൺ ചെയ്യുന്നു, 7500. ഡിസംബർ 31 സെയിം ഡിപ്രീസിയേഷൻ തന്നെ 2000. ബാലൻസ് ചെയ്യുമ്പോൾ 7500 മൈനസ് 2000. ബാലൻസ് ക്യാരി ഡൗൺ 5500. ഓക്കെ, നെക്സ്റ്റ് ഇയറിൽ 2024 ജനുവരി 1 ബാലൻസ് ഡ്രോ ഡൗൺ 5500. ഡിസംബർ 31 ഡിപ്രീസിയേഷൻ 2000. ബാലൻസ് ചെയ്യുമ്പോൾ 5500 മൈനസ് 2000 is equal to 3500 ആണ് ബാലൻസ് ക്യാരി ഡൗൺ വരുന്നത്. നെക്സ്റ്റ് 25 ജനുവരി 1 ബാലൻസ് ബ്രോ ഡൗൺ 3500, ഡിപ്രീസിയേഷൻ 2000. നെക്സ്റ്റ് ക്യാഷ് റെസിഡ്വൽ വാല്യൂ 1500. എന്തായി, ബാലൻസ് ആവുന്നു 3500. എൻഡ് ഓഫ് ദി ലൈഫ് ഓഫ് ദി അസറ്റ് ആകുമ്പോഴേക്കും എന്താണ്, അത് 0 ആവുന്നു. നെക്സ്റ്റ് ഡിപ്രീസിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യണം. ഡിപ്രീസിയേഷൻ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഫസ്റ്റ് ചാർജിങ് ഡിപ്രീസിയേഷൻ്റെ വരുന്നത്, ഡിപ്രീസിയേഷൻ ഫോർ ചാർജിങ് ഡിപ്രീസിയേഷൻ ഓഫ് ആൻ അസറ്റ്, ഡിപ്രീസിയേഷൻ അക്കൗണ്ട് ഡെറ്റർ ടു അസറ്റ് അക്കൗണ്ട്. സോ ഫസ്റ്റ് എൻട്രി വരുന്നത് ടു മെഷീനറി അക്കൗണ്ട് 2000 ഡിസംബർ 31. ഇയർ എൻഡിങ്ങിൽ ട്രാൻസ്ഫർ ദ ഡിപ്രീസിയേഷൻ ടു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. അതിന് വരുന്ന എൻട്രി പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ഡെറ്റർ ടു ഡിപ്രീസിയേഷൻ അക്കൗണ്ട്. സോ ഹിയർ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 2000. നെക്സ്റ്റ് 2023 മെഷീനറി അക്കൗണ്ട് 2000 ഫോർ ട്രാൻസ്ഫറിങ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ക്രെഡിറ്റ് ചെയ്യുന്നു 2000. 24 മെഷീനറി അക്കൗണ്ട് 2000, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 2000. നെക്സ്റ്റ് ഡിസംബർ 31 മെഷീനറി അക്കൗണ്ട് 2000. 25 ഡിസംബർ 31 പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് 2000. ഓക്കെ, ഇങ്ങനെയാണ് മെഷീനറി അക്കൗണ്ടും ഡിപ്രീസിയേഷൻ അക്കൗണ്ടും പ്രിപ്പയർ ചെയ്യുന്നത്. നെക്സ്റ്റ് മെത്തേഡ് റിട്ടേൺ ഡൗൺ വാല്യൂ മെത്തേഡ്. ഈ മെത്തേഡിൽ depreciation is under this method depreciation is calculated on the book value, written down value of the asset of the each year. Okay, ഇതിൽ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് ആ വർഷം അസറ്റിന്റെ ഏതാണോ വാല്യൂ, ബുക്ക് വാല്യൂ, ആ വാല്യൂവിന്റെ മുകളിലാണ് നമ്മൾ ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ഇതിന് വേറൊരു പേരാണ് ഡിമിനിഷിംഗ് ബാലൻസ് മെത്തേഡ് ആൻഡ് ഓൾസോ നോൺ ആസ് reducing installment method. ഇത് സ്യൂട്ടബിൾ ആയിരിക്കുക അസറ്റ് ഹാവിംഗ് ലോങ് ലൈഫ്, നല്ല ദൈർഘ്യമേറിയ ആയുസ്സുള്ള അസറ്റിനും അതുപോലെ റിപ്പയേഴ്സ് ആവശ്യമുള്ള അസറ്റിനൊക്കെ ആയിരിക്കും ഇത് കൂടുതൽ സ്യൂട്ടബിൾ ആകുന്നത്. ഇനി ക്വസ്റ്റ്യൻ നോക്കാം. Miss Rajan Bros acquired plant and machinery on 1st April 2022 at a cost of rupees 28,000 and spent 2,000 on its installation. Depreciation is written off at 10% every year on written down value. The books are closed on 31st March every year. Show the plant and machinery account for 3 years. Okay, ഇവിടെ കോസ്റ്റ് തന്നിട്ടുള്ളത് 28,000, പിന്നെ ഇൻസ്റ്റലേഷൻ ചാർജ് 2,000. ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് 10% എവറി ഇയർ ആണ് ഓൺ ദി റിട്ടേൺ ഡൗൺ വാല്യൂ. ഓക്കെ, ലൈഫ് 31 മാർച്ചിനാണ് ബുക്സ് ക്ലോസ് ചെയ്യുന്നത്. നമ്മൾ 3 വർഷത്തെ അക്കൗണ്ടാണ് മെഷീനറി അക്കൗണ്ട്, പ്ലാന്റ് ആൻഡ് മെഷീനറി അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഓക്കെ,
ഫസ്റ്റ് പ്ലാന്റ് ആൻഡ് മെഷീനറിയിൽ അസറ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ ക്യാഷ് അക്കൗണ്ട് 28,000, ക്യാഷ് അക്കൗണ്ട് ഇൻസ്റ്റലേഷൻ ചാർജ് 2,000. ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുന്നത് കോസ്റ്റിന്റെ 10% ആണ്. ഡിപ്രീസിയേഷൻ ഇസ് ഈക്വൽ ടു 30,000, ദാറ്റ് ഈസ് 28,000 പ്ലസ് 2,000. 30,000 ഇൻറ്റു 10%, ദാറ്റ് ഈസ് 3,000. ബാലൻസ് ചെയ്യാം. ഇവിടെ ടോട്ടൽ കിട്ടുന്നത് 30,000 മൈനസ് ഇവിടെ 3,000. ബാലൻസ് ക്യാരി ഡൗൺ 27,000. നെക്സ്റ്റ് ഇയറിൽ 23ൽ ബാലൻസ് ഡ്രോ ഡൗൺ 27,000. 24 മാർച്ച് 31 ഡിപ്രീസിയേഷൻ ചാർജ് ചെയ്യുന്നത് നമ്മൾ ബാലൻസ് ബ്രോഡ് ഡൗൺ ചെയ്ത വാല്യൂ, ആ വർഷത്തെ അസറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് ഇപ്പോൾ 27,000 ആണ്. ആ 27,000ന്റെ 10% ആണ് നമ്മൾ ഡിപ്രീസിയേഷൻ കാണേണ്ടത്. സോ 10% ഓഫ് 27,000 is equal to 2,700. ഇവിടെ ബാലൻസ് ചെയ്യാം. ഇവിടെ ടോട്ടൽ കിട്ടുന്നത് 27,000 മൈനസ് 2,700 is equal to ബാലൻസ് ക്യാരി ഡൗൺ 24,300. ഓക്കെ, ഇനി അടുത്ത വർഷത്തെ അസറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത് 24,300. ബാലൻസ് ബ്രോഡ് ഡൗൺ 24,300. 25 മാർച്ച് 31 ഡിപ്രീസിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ 24,300 ഇൻറ്റു 100 ഇൻറ്റു 10%, ദാറ്റ് ഈസ് 10% ഓഫ് 24,300 is equal to 2,430. ബാലൻസ് ചെയ്യുക എങ്ങനെയാണ്? 24,300 മൈനസ് 2,430 is equal to 21,870. ബാലൻസ് ക്യാരി ഡൗൺ is equal to 21,870. ഇതിപ്പോൾ 3 വർഷത്തെയാണ് നമ്മൾക്ക് കാണാൻ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ 3 വർഷത്തോടു കൂടി ചെയ്ത് നിർത്തുന്നു. ഓക്കെ, താങ്ക് യു.